guys, welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we fall, we get back up again. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഷോപ്പിംഗ് വ്ളോഗാണ്. പിന്നെ കുക്കിംഗ് വ്ളോഗ് ഉണ്ട്. നമ്മള് നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോവാണ്. അപ്പം അവിടെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് 2-3 കല്യാണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ പോകുന്നത് ഷീമാട്ടിയിലേക്കാണ്. എൻ്റെ കൂടെ അമ്മയുണ്ട്, പിന്നെ ചിരിക്കേ പിന്നെ നന്ദുചേട്ടനുണ്ട്. നന്ദുചേട്ടൻ കുറച്ചിങ്ങനെ ജാട കാണിച്ചിരിക്കുകയാണ്. ദിസ് ഈസ് മൈ ബ്രദർ ഇൻ ലോ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ലേറ്റ് ആയി. ചേട്ടൻ ബഹ്റിൽ നിന്ന് വന്നതേ ഉള്ളൂ ലാസ്റ്റ് ഡേ. അപ്പം ഇപ്പൊ അവിടെ നമ്മുടെ ചിറ്റയും ദേവും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഷീമാട്ടിക്ക്. പക്ഷെ എൻ്റെ ബ്ലഷ് ഇച്ചിരി കൂടിപ്പോയോ? ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണിക്കാം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മഴ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെയ്യോ എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഫോണിൽ മെസ്സേജസ് വന്നിട്ടുണ്ട് അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. മഴയുള്ളത് തന്നെ നല്ലത്. ഈ ചൂടുള്ള സമയത്ത് ചൂട് ഇല്ലാതെ മഴയുള്ളതാണ് നല്ലത്. അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഷീമാട്ടിയിൽ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ദൈവമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ദേവുവിനെ ഇവിടെ വിളിച്ചു. ദേവു അവിടെ ഓൾറെഡി ഒരു ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി കാണാം എങ്ങനെയുണ്ടെന്ന്. എനിക്കിവിടെ വന്ന ഉടനെ ഡ്രസ്സ് എടുക്കാൻ തോന്നും. അതാണ് എൻ്റെ കുഴപ്പം. അതുകൊണ്ട് എങ്ങോട്ടും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ തോന്നുന്നു ദേവു ഇവിടെ ഇല്ല. അവിടെ ദേവു ട്രയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ദേവുവിന് നാളത്തെ കല്യാണത്തിന് വേണ്ടി, ഹൽദിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കൂടെ ഒന്ന് രാജിറ്റയുണ്ട്. രാജിറ്റ എന്താ നോക്കുന്നേ? ടോപ്പ് നോക്കുവാണേ. എന്തിനാ? എനിക്കല്ല, അമ്മയ്ക്കാണ് ടോപ്പ് നോക്കുന്നത്. ഇത് നല്ല ഇതുപോലത്തെ തുണിയല്ലേ അമ്മയ്ക്കുള്ളത്? ഫുള്ള് ഇത് ഹോസ്പിറ്റലിൽ ഇടാനാണോ? ഹോസ്പിറ്റലിൽ എനിക്ക് കിടക്കുമ്പോഴത്തേക്കിനെ. ഓക്കെ, ഞങ്ങൾ എന്നാ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മള് ദേവുവിന് ഡ്രസ്സ് നോക്കാൻ പോവാണ്. ദേവു ഇപ്പം ഇട്ട ഡ്രസ്സ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. സോ നമുക്ക് വേറെ ഡ്രസ്സ് പോയി നോക്കിയിട്ട് വരാം. ദേവു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ദേവുവിന് ഡ്രസ്സ് എടുത്തു. പക്ഷെ നമ്മൾ ഡ്രസ്സ് റിവീൽ ചെയ്യുന്നില്ല. അവൾക്ക് അങ്ങനെ നാളത്തെ പ്രോഗ്രാമിന് അവൾ റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ എനിക്കൊരു സാരി നോക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കാര്യം എനിക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കതിന് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സാരി വേണമെന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാം. നമ്മൾ കുറച്ച് ബോർഡർ വരുന്ന രീതിയിലുള്ളതാണ് നോക്കുന്നത്. പക്ഷെ ഇത് നന്നായിട്ടില്ലേ? ഈ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ബ്ലാക്ക് വേണമെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് കോൺട്രാസ്റ്റ് കളേഴ്സ് വരുന്നത് നമുക്ക് നോക്കാം. റേറ്റ് ഒക്കെ വരണം. ഇത് 3000 ആണ്. കുറച്ച് ഡാർക്ക് കളർ വേണമെന്നില്ല, ലൈറ്റ്. ബിക്കോസ് ക്രിസ്ത്യൻ മനസ്സമ്മതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ്. ഇത് എന്താവുന്നില്ലടി, കുറച്ച് ട്രെൻഡിങ് ആവുന്ന വിജയൻ. പക്ഷെ അത് വേറെ മെറ്റീരിയൽ. അത് വേറെ മെറ്റീരിയൽ. ഇതിന് 4000. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒന്ന് തപ്പി നോക്കട്ടെ. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇതെടുത്താൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, സാരീസിനോട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് എന്ന് പറയാൻ പറ്റില്ല. ആർത്തി ക്രേസ് ആണ്. ഇത് നല്ലതായിട്ടുണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യൻ എൻഗേജ്മെന്റിന് കൊടുക്കാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ഒരു എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ കൊടുത്ത മുല്ലപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കില്ലേ? നമുക്ക് എന്തായാലും ബനാറസി അതുകൂടെ നോക്കാം. ഇത് ബനാറസി ഞാൻ തോന്നുന്നു. വേറെ ബനാറസി നോക്കാം. അത് കണ്ടിട്ട്
കൊള്ളാല്ലേ ദേവു? വേറെ കളേഴ്സ് ഒക്കെ ഇല്ലേ അവിടെ? വെച്ചു. പേസ്റ്റല്ലേ? ഞാൻ സത്യത്തിൽ ഡ്രസ്സ് എടുത്തില്ല, കാര്യം എനിക്ക് മനസ്സിനിണങ്ങിയ ഡ്രസ്സ് കിട്ടിയില്ല. അപ്പം നമ്മളിപ്പം വേറെ ഷോപ്പിലേക്ക് പോകാൻ പോവാം. എനിക്ക് സങ്കടമായി, കാര്യം എനിക്കിങ്ങനെ ഡ്രസ്സ് കിട്ടാതെ വരുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യം. ഇപ്പം സാരിയോട് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ക്രേസാണ്. പക്ഷെ അത് മനസ്സിനിണങ്ങിയ സാരി കിട്ടണം. അത് ഉടുക്കുമ്പം എനിക്കും സന്തോഷമാവണം, കാണുന്നവരും പറയണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനത്തെ സാരി കിട്ടണം, വെറുതെ സാരി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇനി വേറെ ഷോപ്പിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു താഴെ ചേട്ടൻ്റെ അമ്മയുടെയൊക്കെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പം നോക്കാം റെഡിയാകുമോ. എനിക്ക് സങ്കടമായി. യെല്ലോ ഇട്ട് ആക്ച്വലി ഇത് നൈസ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാണാത്ത പോലത്തെ ഒരു വെറൈറ്റി ഡ്രസ്. ഇതിട്ട് ഞങ്ങൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഫുൾ. ദേ വരുന്നേ ാണ് ഞങ്ങൾക്കിന്ന് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ പറ കെട്ടിയാണോ? എവിടെ വേണമെങ്കിലും പോകാം. അതിന്റെ കെട്ടിയവർക്ക് മേടിക്കുന്ന ഡ്രസ്സിനുള്ള പൈസ കൊടുക്കാൻ പോകാം. എടാ ഞാൻ എടുത്തില്ല, ഇല്ല. ശ്രീ രാജയ്ക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരു ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ഞങ്ങൾ ട്വിന്നിങ് ചെയ്താലോ എന്ന് ആലോചിക്കാം. പിന്നെ നമ്മൾക്കിപ്പോൾ നമ്മളെ ഈ ഡ്രസ്സ് എനിക്ക് കുഴപ്പമില്ല, ദേവുവിന് രാജയ്ക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് ദേവു എടുക്കുന്നില്ല, അപ്പം പിന്നെ ഞാനും എടുക്കുന്നില്ല. ദേവു നമുക്ക് വെസ്റ്റ് സൈഡ് പോവാടി. ഓക്കെ, പക്ഷെ അത് വേണ്ട, ഇത് മതി. ഇത് രണ്ടുമല്ലേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനുള്ള കിട്ടിയില്ലല്ലോ. മറ്റേ പാൻറ് കിട്ടിയാലേ അറിയത്തുള്ളൂ. ഓൾട്ടർ ചെയ്ത് കിട്ടിയോ? ഓർഡർ ചെയ്തതല്ല, ഇല്ല. കുഞ്ചു നോക്കിയതല്ല. ഓൾട്ടർ ചെയ്ത് കിട്ടിയോ? ഇല്ല. ഇത് രാജിത്തെ എന്റെ വ്ളോഗിൽ വന്നു. രാജിത്തേക്ക് ഇന്ന് ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. ദേവുവിന്റെ കൊള്ളാം. ദേവുവിന് ഡ്രസ്സ് കിട്ടി, അപ്പൊ നമ്മള് ഹാപ്പിയാണ്. പിന്നെ നന്ദുചേട്ടൻ ടോപ്പൊക്കെ എടുത്തു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, ഒരു ചേട്ടന്റെ ധർമ്മം. രാജിക്ക് അത് ഇഷ്ടമായി തോന്നുന്നു. ഇവിടെ ഷീമാട്ടിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിനി ഖാന കഴിക്കാൻ പോവാ. ഖാന ഓക്കെ. അപ്പോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ദൈവം എന്തെങ്കിലും കഴിച്ചോ? നമുക്ക് നല്ല വിശപ്പുണ്ട്. ആക്ച്വലി അശ്വന്തും അപ്പുവും അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എവിടെയാണെന്ന് എന്താ അറിയത്തില്ല, നന്ദു ചേട്ടനെ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വരുന്നത്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളിപ്പോ ഷോപ്പിംഗും എല്ലാം കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചും കൂടെ ഷോപ്പിംഗ് കൊണ്ട് നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോകണം. പക്ഷെ അതിന് മുന്നേയായിട്ട് നമുക്ക് എല്ലാവർക്കും വിശന്നുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ മലബാർ വില്ലേജിലാണ് വന്നിരിക്കുന്നത്. നന്ദുമോൻ എന്താ കഴിക്കുന്നത്? ഞാൻ ഒരു ഗ്രിൽഡ് വീൽ ചോപ്സ് അടിച്ചാലോ എന്ന് ആലോചിച്ചു. ഇവര് ട്രിപ്പിൾസ് ആണ്, നോക്കൂ. ഞാനേ ഒരു ഗ്രിൽഡ് വീൽ ചോപ്സ് വിത്ത് അഫ്ഗാൻ റൈസ് കേട്ടോ, നല്ല സാധനം. എനിക്ക് കള്ളപ്പം, പനീർ ബട്ടർ മസാല. അമ്മയ്ക്ക് ഊണ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവര് ട്രിപ്പിൾസ് ആണ്. അശ്വന്ത് വിഘ്നേഷ്, അജയ് വിനായക്, ആനന്ദ ഗണേഷ്.
ജയമ ബിരിയാണി ദേവു മോള് ബാരിക്ക് വൈസ് ഉണ്ടോ? വിന്റെ ഞാൻ ഗ്രിൽഡ് മട്ടൺ ഇങ്ങനെ ഇടിച്ചിടിച്ച് കഴിക്കാം. ഗ്രിൽഡ് മട്ടൺ ഇടിച്ചിടിച്ചത് കഴിക്കും. ഇവരെന്താ പഠിക്കുവാണോ? നമ്മളെല്ലാരും വന്നു. എല്ലാരും പല 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 ഫുഡ്, വെറൈറ്റി ഫുഡുകളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ദീപിന് അത് വെള്ളം മതിയോ? രാജിക്ക ജയാമ്മ എനിക്കൊന്നും പറഞ്ഞില്ല. എന്തായാലും വരുന്നതെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിക്കാൻ പോകും. എന്റെ ബിരിയാണി എടുക്കുള്ളൂ. എന്റെ ബാർബിക്യൂ ആ ബാർബിക്യൂ എന്റെ അമ്മയുടെ ഞങ്ങളുടെ ഒന്നുകൂടെ എടുക്കാം. കൊള്ളത്തില്ലേ? എന്റെ അമ്മയുടെ ഞങ്ങളുടെ ഒന്നുകൂടെ എടുക്കാം. ഞാൻ കുറച്ചുകൂടെ അന്നാട്ടിരിക്കാം. ഫോട്ടോ എടുക്കാം. ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം. ഫോട്ടോ എടുക്കാം. ഓ നല്ല കുടുകുടാ ഊണ് വേണമെങ്കിൽ ഊണ് തന്നോ. അയ്യോ എനിക്ക് അയ്യോ ഇത് കളർഫുൾ ആയിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുണ്ട്. അവന് ബാഗ് സ്ലൈസ് മോനെ എന്താ നിന്റെ മോനെ അത് കുഞ്ചുന്റെ ഇന്ത്യ. ബിരിയാണി. ദിസ് ഈസ് മൈ സ്പെഷ്യൽ പനീർ ബട്ടർ മസാല. നല്ലതാവുന്നു. ഫിഷ് തവ ഓ മൈ ഗോഡ്. മധുരം കഴിക്കണ്ട. ഫോട്ടോ എടുത്തേ. വീട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചു. ഇപ്പൊ നമ്മള് വെസ്റ്റ് സൈഡിലേക്ക് വന്നിരിക്കുക. വെസ്റ്റ് സൈഡിൽ ഡ്രസ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവുവിന് ജീൻസ് ഒക്കെ എടുക്കണം. എനിക്കൊന്നും എടുക്കുന്നില്ല. ദേവുവിനാണ് നമ്മൾ പർച്ചേസിങ്ങിന് വന്നിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് എന്താ ചെരുപ്പ് നോക്കണം. ചെറിയ ചെറിയ പർച്ചേസിങ്ങുള്ളൂ ഇവിടെ. വെച്ച് കാണിച്ച് നോക്കട്ടെ. ഇപ്പുറത്തുണ്ട് ഒറിജിനൽ. ഇപ്പുറം നമ്മള് ഫേക്ക് വെച്ച് കാണിക്കാം. എന്റെ ഫണ്ണിയസ്റ്റ് പാട്ടെന്ന് വെച്ചാൽ എന്നെ കാണണ്ടേ, എന്നെയാണ് കാണുന്നത്. എന്റെ മൂക്കുത്തി ആണ്. എനിക്ക് മൂക്ക് കുത്താൻ ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ വെക്കുന്ന എനിക്കിഷ്ടം. ഫേക്ക് അതുള്ളതാ. കുഞ്ഞായതുകൊണ്ട് കൊച്ചായതുകൊണ്ട് ഞങ്ങളത് കരുത്ത് മോളെ ഒരുപാട് ഒത്തിരി ഉള്ളതുകൊണ്ട് എനിക്കൊരു നമ്മുടെ ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ചെറിയ ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇതാണ് എന്റെ ഹൈലൈറ്റ് ഇന്നത്തെ. ഓക്കെ, എങ്ങനെയുണ്ട് നന്ദു ചേട്ടന്റെ പുതിയ ഭയങ്കര ലുക്കാ. ഇന്ന് തന്നെ ഞാൻ കുടുംബത്തിൽ നടക്കുക. നല്ലല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടു. നന്ദു ചേട്ടൻ അങ്ങനെ ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോഴും ഇപ്പോഴും നന്ദു ചേട്ടൻ 81 ജനിച്ചത്. അപ്പം 80 കള്ളക്കിളവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് അതെ തന്ത വൈബ്. ശരിയാ, തന്ത വൈബ് ആവാറായി. ഒരാഴ്ചക്കുള്ളിൽ നല്ല എന്താ അപ്പനാവാൻ പോവാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തേക്ക് ക്യാരക്ടറും സ്വഭാവവും ഒക്കെ വരുന്നത്. നമ്മള് ഇപ്പൊ നമ്മുടെ അഞ്ജു ചേച്ചിനെ കാണാൻ വേണ്ടി പോവാണ്. അഞ്ജു ചേച്ചിക്ക് ചക്കയൊക്കെ ഉണ്ട്. രാജിറ്റേന്റെ കയ്യില് ചക്കയൊക്കെ കൊണ്ട് കൊടുക്കണം. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബേബി. എന്താ കൊച്ചു വരാത്തെ? ചേട്ടന് ഹേർട്ടായി. നമ്മള് 81 ജനിച്ചെന്ന് പറഞ്ഞ 81 അല്ല കേട്ടോ. എപ്പോഴാ ചേട്ടാ ജനിച്ചേ?
എപ്പോഴാ? ഞാൻ 71 ജനിച്ചത്. 71 81 അല്ല. അപ്പം അതിൻ്റെതായ വിവരമൊക്കെ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ മഴയാണ്, നല്ല പാട്ടിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ബാക്കി നമുക്ക് അഞ്ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കാണാമേ. ദൈവം എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം മാത്രം. ഞങ്ങൾ സത്യത്തിലുണ്ടല്ലോ ഇന്ന് അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ കുക്ക് ചെയ്യേണ്ട ആൾക്കാർ പല വഴിക്ക് പോയി. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. ഇപ്പൊ തന്നെ 7 o'clock അടുത്ത് ആവാറായി. അപ്പൊ പിന്നെ ഇന്ന് രാത്രിത്തേക്ക് ഇനി കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിന്ന് ബിരിയാണി വെക്കാമെന്ന് ഓർത്തു, പക്ഷെ അതിനി നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മള് ലഞ്ച് കഴിച്ചത് തന്നെ 4 o'clock ആയി, അറൌണ്ട് 4-4:30 ആയി. അപ്പം ആർക്കും അങ്ങനെ വിശക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഫുഡ് ചിലപ്പോൾ ഞാൻ ഇനി കഴിക്കുന്നില്ല. ബാക്കി എല്ലാവരും ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങായിരിക്കും, ഇല്ലെങ്കിൽ അവിടെ അമ്മ വീട്ടിൽ നല്ല കിടിലൻ മീൻകറിയോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. മാമനും മാമയും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് അഞ്ജന ചേച്ചിയുടെ വീട്ടിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടുംബത്തോട്ട് പോകാം. ഓക്കെ രജനി മോൾ, ഇതെന്താ? ഇതിന്റെ ഓൾറെഡി സ്വന്തം കൊണ്ടുപോയി മീൻകറി. ഇത് കൊള്ളാം. നമ്മള് ചേച്ചിയുടെ അടുത്താണ്. ബൈ. ബൈ. പഞ്ചേച്ചിക്ക് നാണവാ. മാമി വിചാരിക്കുന്ന പോലെ ഉള്ളൂ. അല്ല, അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ളൂ. അഞ്ചേച്ചിനെ കാണാൻ വന്നതാണ്. ബൈ ചേച്ചി. ബൈ ബേബി.